പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര എന്ന സുന്ദരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. ശ്രീ കരുമനപ്പൻകാവ് ക്ഷേത്രം. ഇവിടെ രാമായണ പാരായണ മഹായജ്ഞം നടക്കുകയുണ്ടായി. ആ ഒരു യജ്ഞത്തിൽ എനിക്കും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. ഇവിടുത്തെ പ്രതിഷ്ഠ പരമശിവനും പാർവതിയും അവരുടെ പുത്രനുമാണ്. അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ശിവൻ കാട്ടാളവേഷം ധരിക്കുകയും കൂടെ കാട്ടാളത്തിയായി പാർവതീദേവി വരികയും ചെയ്തത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു പുത്രൻ ഉണ്ടാവുകയും ആ പുത്രൻ കിരാതസൂനു എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ മുന്നിൽ ചെന്ന് നിന്നാൽ നമ്മൾക്ക് കാണാം പരമശിവനെയും പാർവതിയെയും അമ്മയോടൊപ്പം ഇരിക്കുന്ന കിരാതസൂനുവിനെയും. കാട്ടാളനും കാട്ടാളത്തിക്കും ഉണ്ടായ കിരാതസൂനു അതിശക്തിമാനും ധീരനും കഴിവുറ്റ ഒരു പോരാളിയും ആയിരുന്നു അത്രേ. അദ്ദേഹം ഇവിടുന്ന് വലുതായ ശേഷം ബാലുശ്ശേരി എന്ന സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന സ്ഥലത്ത് ചെല്ലുകയും അവിടെ അദ്ദേഹത്തെ ഒരമ്പലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. കിരാതശിവൻ അഥവാ കിരാതമൂർത്തി, കരുമനപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കാട്ടാളവേഷം പൂണ്ട പരമശിവന് കിരാത അഷ്ടകം നാമജപം പ്രിയമത്രേ. അതുകൊണ്ട് തന്നെ എല്ലാ തിങ്കളാഴ്ചയും കിരാതഷ്ടകം നാമജപം ഇവിടെ നടന്നു വരുന്നു. ആണ്ടിലൊരു പൂരവുമുണ്ട് കരുമനപ്പന്. വിവിധ ദേശവേലകൾ ഒന്നിച്ച് അണിനിരക്കുന്ന ആനകളും കൊട്ടുകളും പൂതനും തിറയുമൊക്കെയുള്ള ഗംഭീരമായ പൂരാഘോഷം ചുറ്റുവിളക്കും ഒപ്പം നടന്നു വരുന്നു. കരുമനപ്പൻ്റെ പൂരം എന്നാൽ ഒരു മതവിഭാഗക്കാർക്ക് മാത്രമല്ല, ജാതി മതഭേദമന്യേ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും കരുമനപ്പൻ്റെ പൂരം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എടത്തനാട്ടുകര ആധ്യാത്മിക വിജ്ഞാന വേദി എന്നാണ് പേരിൽ അറിയപ്പെടുന്നത്. 2015 പാലക്കാട് ദേശീയ ഓഫീസിൽ രജിസ്റ്റർ വന്നിട്ടൊരു സംഘടനയാണ്. ഏതാണ്ട് 9 വർഷം ആയി എന്ന് പറയാം. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സനാതന ധർമ്മ പ്രചരണം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്കുള്ള ക്ലാസ്, അതുപോലെ മുതിർന്നവർക്കുള്ള ഭഗവത്ഗീത പഠന ക്ലാസ്സുകൾ. ഈ ഭഗവത്ഗീത പഠന ക്ലാസ് മാസത്തിൽ 2 തവണയായിട്ടാണ് തുടങ്ങിയിരുന്നത്. പിന്നെ സാങ്കേതിക കാരണങ്ങളാൽ പിന്നെ ഒരു തവണയ്ക്കായിട്ട് മാറി. പിന്നെ നമ്മൾ ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അത് തൽക്കാലം ഒരു സ്തംഭിച്ച പോലെയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ മാസത്തിൽ 2ാമത്തെ തവണയിൽ തുടങ്ങാൻ ഒരു ജീവനം വന്നിട്ടുണ്ട്. എടത്തനാട്ടുകര ആധ്യാത്മിക വിജ്ഞാനവേദി ഈ പ്രദേശത്തുള്ള ഹൈന്ദവ സംസ്കാരത്തിന് നമ്മുടെ പാരമ്പര്യത്തെ പഠിക്കുന്നതിനും അതോടൊപ്പം ആത്മീയമായ മനുഷ്യനുള്ള ഒരു ഉണർവുണ്ടാവുന്നതിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ചതാണ്. ഭഗവത്ഗീത പഠന ക്ലാസ് പാലക്കാട് ചിന്മയ മിഷനിൽ നിന്നും ഒരു ആചാര്യൻ ശ്രീ രവികുമാർ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. വളരെ മനോഹരമായി നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. ആളുകൾക്കത് വലിയ ജീവിതത്തിലെ വലിയ മാറ്റം വരുത്താൻ സാധ്യതയുള്ള രീതിയിലുള്ള പഠന ക്ലാസ്സുകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഓരോ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും അതുപോലുള്ള കേന്ദ്രങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ കുട്ടികൾക്ക് ആധ്യാത്മിക പഠനവും അതുപോലെ സന്ധ്യാവന്ദന കാര്യങ്ങളും മുഴുവനും അവരുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുന്നതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ധാരാളം കേന്ദ്രങ്ങളുണ്ട്, ധാരാളം കുട്ടികളുണ്ട്. അവരൊക്കെ രാമായണ പാരായണം, ഇപ്പോൾ ഈ വർഷം രാമായണം കർക്കിടക മാസം 1-ാം തീയതി രാമായണ പാരായണ യജ്ഞം വിജ്ഞാനവേദി നടത്തി. ആ യജ്ഞത്തിൽ 25ഓളം കുട്ടികൾ രാമായണത്തിന് തുടക്കം കുറിച്ചു, വായന തുടക്കം കുറിച്ചു. അതൊക്കെ വലിയ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ തീർത്ഥാടനം കൊണ്ടുപോകും. പല പഠന തീർത്ഥാടനം ഭാരതത്തിൻ്റെ നാനാദേശങ്ങളിലേക്കും വിജ്ഞാനവേദി ആളുകളെ തീർത്ഥാടനം കൊണ്ടുപോയി ആ ക്ഷേത്രങ്ങളും അതുപോലുള്ള തീർത്ഥ കേന്ദ്രങ്ങളും പലതും കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച് തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ ഭാരതത്തെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള അവസരങ്ങൾ നന്നായിട്ട് നടക്കുന്നു. അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഒത്തുകൂടുന്ന സമയത്ത് അവിടെ നല്ല സന്യാസിമാർ അതുപോലുള്ള
സാത്വികരായ ആളുകളെ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള പ്രഭാഷണം നടത്തി ആളുകൾക്ക് ആധ്യാത്മിക ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. അതുപോലെ പുസ്തകങ്ങൾ നമ്മൾ എല്ലാ വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ ശേഖരിച്ച് അത് ആളുകൾക്ക് വിവരം കൊടുത്ത് ഓരോ പ്രദേശങ്ങളിലും കൊണ്ടുപോയി നമ്മൾ ആളുകൾ കൂടുന്ന ആ ഭാഗത്ത് പുസ്തകത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് വാങ്ങിച്ച് അവർക്ക് രാമായണം, മഹാഭാരതം, ഗീത, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളെല്ലാം തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കൊരു അടുത്തതായിട്ട് ഒരു ആധ്യാത്മിക ഗ്രന്ഥശാല, വിജ്ഞാനവേദി എടത്തനാട്ടുകരയിൽ ഒരു ഗ്രന്ഥശാല ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിലേക്കുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളൊക്കെ ചില വീടുകളിലൊക്കെ ഇരിക്കുന്നുണ്ടാവാം. അതൊക്കെ ശേഖരിച്ച് നമ്മൾ ഒരു ഗ്രന്ഥശാല ആരംഭിക്കണം. നമ്മുടെ പൗരാണികമായ കാര്യങ്ങൾ ഇന്ന് ആളുകളിൽ നിന്ന് അകന്നു പോയത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പ്രധാന ലക്ഷ്യം. രണ്ടാമത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മുടെ തകർന്നു പോകുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം പേര്. അത് ഈ രീതിയിലുള്ള ആത്മീയമായ ഒരു പഠനത്തിലൂടെ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ കണ്ണുടെ കയ്യിൽ സമർപ്പിയാതെ ശിവായ അഭാരദുഃഖാർണവനാവികായ ക്ഷിപ്രപ്രസാദായ വരപ്രദായ വീരായ നാനാമുനിസേവി